നമസ്കാരം. തിരുവനന്തപുരം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ SFI മാർച്ചും അതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് ഇപ്പോൾ തിരികൊളുത്തിരിക്കുകയാണ്. ക്യാപ് IHRD ക്യാമ്പസുകളിലെ ഫീസ് വർധനവിനെതിരെ വിദ്യാർത്ഥി സംഘടന സെക്രട്ടേറിയറ്റിലേക്ക് പ്രഖ്യാപിച്ച പ്രതിഷേധ മാർച്ച് തുടക്കം മുതൽ തന്നെ കനത്ത പോലീസ് കാവലിലാണ് നീങ്ങിയത്. എന്നാൽ സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിലേക്ക് എത്തിയതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയും സമാധാനപരമായിട്ട് തുടങ്ങിയ പ്രതിഷേധം പെട്ടെന്ന് തന്നെ അക്രമാസക്തമായ രംഗങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്തു. സമരക്കാർ പോലീസ് ബാരിക്കേഡുകളൊക്കെ തന്നെ തകർക്കാൻ ശ്രമിച്ചതോടെ തിരുവനന്തപുരം നഗരമധ്യത്തിൽ വൻ ഗതാഗത കുരുക്കും ജനപരിഭ്രാന്തിയും ഒക്കെ തന്നെ രൂപപ്പെട്ടു. പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിരോധം ഉണ്ടായതോടെ സ്ഥിതിഗതികളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലിയ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. തുടർന്ന് ക്രമസമാധാന നില പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് സ്ഥിതി ശാന്തമാക്കാൻ പോലീസ് സന്നാഹം കർശനമായ നടപടികളിലേക്ക് കടന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് 3 തവണയോളം ജലപീരങ്കി ഉപയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ സമരക്കാർ തയ്യാറായില്ല. ഇതിനിടയിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ കൂറ്റൻ കട്ടൗട്ടുകളും മറ്റ് പരസ്യ ബോർഡുകളും പ്രതിഷേധക്കാർ വ്യാപകമായിട്ട് തല്ലിത്തകർത്തു. ഇതോടെ പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തെരുവിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും രംഗം വഷളായതോടെ പോലീസ് ലാത്തി ചാർജ് പ്രയോഗിക്കുകയുമായിരുന്നു. ഉന്തും തള്ളും ഓട്ടവും പാച്ചിലുമൊക്കെയായിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗം മണിക്കൂറുകളോളം ഒരു യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ് നിലകൊണ്ടത്. കനത്ത പോലീസ് നടപടിക്ക് ശേഷം പ്രതിഷേധക്കാരെ തെരുവിൽ നിന്നും നീക്കി പുകപടലങ്ങളൊക്കെ തന്നെ അടങ്ങിയപ്പോഴാണ് ജനാധിപത്യ കേരളത്തെ ആകെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്ത പുതിയൊരു വിവാദത്തിന് വഴിയൊരുങ്ങിയത്. സമരം നടന്ന റോഡിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 100 കണക്കിന് മൂർച്ചയേറിയ ബ്ലേഡുകൾ ചിതറിക്കിടക്കുന്നതായിട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ കണ്ടെത്തുകയായിരുന്നു. സാധാരണയായി ഇത്തരം വിദ്യാർത്ഥി സമരങ്ങളിലൊക്കെ തന്നെ കല്ലുകളും വടികളും കട്ടകളുമൊക്കെയാണ് പ്രതിരോധത്തിനായിട്ട് ഉപയോഗിക്കാറുള്ളതെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമായിട്ട് 5ലധികം പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ ബ്ലേഡുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇത് സമരത്തിൻ്റെ സാധാരണ സ്വഭാവത്തെ മാറ്റിയെഴുതുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ ബ്ലേഡ് കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആസൂത്രണ ആരോപണങ്ങളാണ് പോലീസ് ഇപ്പോൾ സമരക്കാർക്കെതിരെ ഉന്നയിക്കുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് അവരെ മാരകമായിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സംഘടനയിലെ ചിലർ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം കരുതിക്കൂട്ടി കൊണ്ടുവന്ന സമരായുധങ്ങളാണ് ഈ ബ്ലേഡുകൾ എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. സംഘർഷത്തിനിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില പോലീസുകാരുടെ കൈകൾക്ക് മൂർച്ചയേറിയ വസ്തുക്കൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ട് എന്നത് ഈ ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൻ്റെ പേരിൽ ഇത്തരം മാരകായുധങ്ങളുമായിട്ട് തെരുവിലിറങ്ങുന്നത് ക്രമസമാധാന തകർച്ചയുടെ ഭീതിതമായിട്ടുള്ള ലക്ഷണമാണെന്ന് പോലീസ് വക്താക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ പോലീസിൻ്റെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെയും കണ്ടെത്തലുകളെയും പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെയാണ് വിഷയം കടുത്ത രാഷ്ട്രീയ പോരിലേക്ക് നീങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കാനും ജനമധ്യത്തിൽ സംഘടനയെ മോശമായിട്ട് ചിത്രീകരിക്കാനും വേണ്ടിയിട്ട് പോലീസ് തന്നെ ആസൂത്രിതമായിട്ട് കൊണ്ടുവന്നിട്ടതാണ് ഈ ബ്ലേഡുകൾ എന്ന അസംബന്ധ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു. സമരത്തെ അടിച്ചമർത്താനായിട്ട് പോലീസ് കാട്ടിയ ക്രൂരതകളെ മറച്ചുവെക്കാനും സ്വന്തം പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുമാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരം തരംതാണ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതെന്ന് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പരസ്യമായി വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കി. ഒരു സാധാരണ വിദ്യാർത്ഥി സമരം എങ്ങനെയാണ് ബ്ലേഡുകൾ നിറഞ്ഞ ഒരു കുറ്റകൃത്യത്തിൻ്റെ വേദിയായിട്ട് മാറിയത് എന്നതിനെക്കുറിച്ച് നിലവിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അക്രമികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കൾ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഭരണപക്ഷവും ജനകീയ സമരങ്ങളെ അട്ടിമറിക്കാൻ പോലീസ് ഗൂഢാലോചന നടത്തുകയാണെന്ന് പ്രതിപക്ഷവും ഒരുപോലെ വാദിക്കുകയാണ്. തിരുവനന്തപുരത്തെ തെരുവുകൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ശാന്തമായിട്ടുണ്ടെങ്കിലും പുതിയ UDF സർക്കാരിന് കീഴിലുള്ള ക്രമസമാധാന നിലയെക്കുറിച്ചും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരമുറകളെക്കുറിച്ചുമൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ ജനരോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങളുടെയും തുടക്കം മാത്രമാണ് ഈ ബ്ലേഡ് വിവാദം എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ വിലയിരുത്തുകയാണ്.